ഇനി കോഴിക്കോട്ടേക്കാണ്. തൊണ്ടയാടിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥന് മർദ്ദനം. കാറിന് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ചാണ് മർദ്ദിച്ചത്. ബാലുശ്ശേരി സർക്കിൾ ഓഫീസർ PG ഉന്മേഷിനും ഡ്രൈവർ പ്രമോദിനുമാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റത്. കാറിന്റെ ജനലൊക്കെ ഇവർ അടിച്ചു തകർത്തിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന വാർത്തയുടെ വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ആരാണ് ഈ മർദ്ദിച്ച വ്യക്തി? ഇതെന്തിനാണ് ഇയാൾ ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മർദ്ദിച്ചതാണോ, അതോ ആള് മാറിയതാണോ, അതോ ഇയാൾ സ്ഥിരം ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന വ്യക്തിയാണോ? ഇന്നലെ വൈകിട്ടോടെ അരയിടത്തുപാലത്ത് സർവീസ് റോഡിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് യാത്രയിലായിരുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥനായ ഉന്മേഷ്. അദ്ദേഹത്തിന്റെ കാറാണ് ഈ അക്രമി അടിച്ചു തകർത്തിട്ടുള്ളത്. മാത്രമല്ല, ഉന്മേഷിനും അദ്ദേഹത്തിന്റെ ഡ്രൈവർക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. കാറിന് സൈഡ് നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു ആദ്യം തർക്കമുണ്ടാവുകയും പിന്നീട് അതൊരു കയ്യാങ്കളിയിൽ കലാശിക്കുകയും ചെയ്തത്. ചേവായൂർ സ്വദേശിയായ സജീവാണ് ഈ ആക്രമണത്തിന് പിന്നിൽ. തൻ്റെ കാറിന് ഈ ഉന്മേഷിൻ്റെ കാർ സൈഡ് നൽകിയില്ല എന്നാരോപിച്ചാണ് സജീവ് കാറിൽ നിന്ന് ഇറങ്ങി വരുന്നതും ആദ്യം ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ച കാറിനടുത്തെത്തി അതിൻ്റെ ചില്ല് അടിച്ചു തകർക്കുന്നത്. ശേഷം കാറിനകത്തുണ്ടായിരുന്ന ഉന്മേഷിനെയും ഡ്രൈവറായ പ്രമോദിനെയും ഇദ്ദേഹം ആക്രമിച്ചു. പിന്നീട് അടുത്തുണ്ടായിരുന്നവരൊക്കെ ചേർന്നാണ് ഈ അക്രമത്തിൽ നിന്ന് സജീവിനെ പിന്തിരിപ്പിക്കുകയും ചെയ്തത്. തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥൻ ആശുപത്രിയിലെത്തി ചികിത്സ തേടുകയും ശേഷം മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഇദ്ദേഹം നടത്തിയ ആക്രമണം എന്നുള്ളത്. ഏതായാലും നിലവിൽ ഇപ്പോൾ പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഈ സജീവനെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി അഭിജിത്ത്.